ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കും. ഈ ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് പഴയ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഒരാശയക്കുഴപ്പമുണ്ടായിരിക്കും. എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ എത്തിച്ചേർന്ന് ഇൻഡൻറ്റിൻ്റെ നടപടികൾ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഗൂഗിൾ ക്രോമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ഉബുണ്ടു സ്പേസ് ജാലകം എന്ന് സെർച്ച് ചെയ്യുന്നു. ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വരുന്ന റിസൾട്ട് എടുക്കുന്നു. ഇതിലെ ഉബുണ്ടു ജാലകം എന്നൊരു വെബ്സൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റ് എന്ന് കാണാം. ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റ് എന്ന് കാണാം. ഈ ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റ് ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് 2026-27 ആ വെബ് പേജിലേക്ക് തന്നെ പോകുന്നു. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം. സമ്പൂർണ്ണ ലോഗിൻ ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഇവിടെ സമ്പൂർണ്ണയുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ച കോഡ് കൊടുക്കുക. അതുപോലെ താഴെ സമ്പൂർണ്ണ ലോഗിൻ എന്ന് കാണാം. അതിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു മെസ്സേജിന് ആദ്യം കാണുക, യുവർ സ്കൂൾ പ്രൊഫൈൽ ഈസ് നോട്ട് കൺഫേംഡ് എന്നൊരു മെസ്സേജാണ് കാണുന്നത്. നമ്മൾ ഈ സ്കൂൾ പ്രൊഫൈലിലേക്ക് ചെന്നുകൊണ്ട് സ്കൂൾ വിവരങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കി കൺഫേം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഡൻറ്റ് നടപടികളിലേക്ക് കടക്കാനായിട്ട് കഴിയൂ. ഈ സ്കൂൾ പ്രൊഫൈൽ, സ്കൂളിൻ്റെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, സൊസൈറ്റി ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ പേര്, സൊസൈറ്റി ഇല്ല എങ്കിൽ സ്കൂളിൻ്റെ പേര് തന്നെ ആയിരിക്കും അവിടെ കാണുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴെ കാണുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത്. അത് ഏത് മീഡിയമാണെന്ന് കൃത്യമായിട്ട് ടിക്കുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. മീഡിയം ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന ഈ കൺഫേം പ്രൊഫൈൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് ഓക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു മെസ്സേജാണ് വരുന്നത്. നമ്മുടെ സ്കൂൾ മെയിലിലേക്ക് കൺഫേംഡ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റ് എന്ന ഭാഗത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റ് എന്ന് കാണാം. ടെക്സ്റ്റ് ബുക്ക് ഇൻഡൻറ്റ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മീഡിയം സെലക്ട് ചെയ്യാം, സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 6ാം സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 7ാമത്തെ സ്റ്റാൻഡേർഡ് മലയാളം മീഡിയം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ലോഡ് ഡേറ്റ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നമ്പേഴ്സ് കൊടുക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ് തെളിഞ്ഞു വരുന്നത്. ഇതിൻ്റെ മുകൾ വശത്ത് സ്റ്റാൻഡേർഡ് 7 എന്ന് കാണാം. അതുപോലെ സമ്പൂർണ്ണ സ്ട്രെങ്ത് 12. അതായത് ഇപ്പോൾ 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾ അടുത്ത വർഷം 7ലേക്ക് വരുന്ന കുട്ടികളുടെ സ്ട്രെങ്താണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ സ്ട്രെങ്ത് അല്ല, അതിനനുസരിച്ചുള്ള നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ സെറ്റ് ടു ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡ് ആയി ഒരു സെയിം ഡേറ്റ് തന്നെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ സെറ്റ് ടു ഓൾ കൊടുക്കുന്നത് നമുക്ക് എല്ലായിടത്തും അത് പെട്ടെന്ന് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നു. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്നുള്ളത് കൊടുത്തുകൊണ്ട് എല്ലാ ക്ലാസ്സിലും ഇത്തരത്തിൽ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. ഇനി മറ്റൊന്നാണ് 9th വർക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. 9th വർക്ക് എഡ്യൂക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് 3 ഗ്രൂപ്പുകളായിട്ടാണ് പാഠപുസ്തകങ്ങൾ ഉള്ളത്. ഈ വർക്ക് എഡ്യൂക്കേഷനിൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ് എത്ര ഗ്രൂപ്പുകളാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടത്. 30ന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ 3 ഗ്രൂപ്പും സെലക്ട് ചെയ്യാൻ കഴിയില്ല, ഒരു ഗ്രൂപ്പ് മാത്രമേ സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. 60ൽ താഴെയാണ് എങ്കിൽ 2 ഗ്രൂപ്പുകളിൽ നിന്നുമായി പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാം. 60ൽ കൂടുതൽ കുട്ടികളാണെങ്കിൽ 3 ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു ഏരിയ മാത്രമാണ് സെലക്ട് ചെയ്യാനായിട്ട് കഴിയുക. ഉദാഹരണം പറഞ്ഞാൽ 1ാമത്തെ ഗ്രൂപ്പിൽ അഗ്രികൾച്ചറൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ എണ്ണമാണ് ഇംഗ്ലീഷ് മലയാളം മീഡിയം നൽകേണ്ടത്. ഇതിന് മറ്റൊരു ആ ഗ്രൂപ്പിൽ തന്നെയുള്ള മറ്റൊന്നും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. സെലക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വാർണിംഗ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഗ്രൂപ്പിൽ 1 മാത്രമേ സെലക്ട് ചെയ്യാൻ കഴിയൂ. ഇവിടെ 60ൽ കൂടുതൽ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഈ 3 ഗ്രൂപ്പുകളും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ എണ്ണം മാത്രമാണ് സെലക്ട് ചെയ്യാൻ കഴിയുക. അതിനനുസരിച്ചുള്ള ഇംഗ്ലീഷ് മലയാളം കുട്ടികളുടെ എണ്ണം കൊടുത്തുകൊണ്ട് സേവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻഡൻറ്റ് റിപ്പോർട്ട് എന്ന് കാണാം. ഈ ഇൻഡൻറ്റ് റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം താഴെ കാണുന്ന ഡിക്ലറേഷൻ ആൻഡ് കൺഫർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ സൊസൈറ്റി സ്റ്റാറ്റസ്, ഏതെങ്കിലും സൊസൈറ്റികളുടെ എണ്ണം കൊടുക്കാനുണ്ടെങ്കിൽ സൊസൈറ്റി ഉള്ള സ്കൂളുകളാണെങ്കിൽ സൊസൈറ്റി എന്നുള്ളതിൽ കൂടെ പ്രത്യേകമായ ഡീറ്റെയിൽസ് കുട്ടികളുടെ ആവശ്യത്തിലുള്ള എണ്ണം നൽകുക. അതിനുശേഷമാണ് ഇൻഡൻറ്റ് ആൻഡ് റിപ്പോർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം ഇത് കൺഫേം ചെയ്യേണ്ടത്. ഇതുവരെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.